ഞങ്ങള് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവർ പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പാടില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടായിട്ട് സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം സാധാരണ അച്ഛന്റെ മാനേഴ്സ് കൂടുതലും, അച്ഛന്റെ ചായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പൊ അനൂപൻ ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിന് കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി, ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്കും കണ്ടപ്പോ ഒന്ന് രണ്ട് പേരെന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്താ സിനിമയുടെ പേര്? ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയുടെ ചോപ്പി ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങള് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവർ പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പാടില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടായിട്ട് സിനിമ കാണാനേ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ എന്ന് ഞാൻ പറ്റിച്ചപ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസന്റെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. ഡയറക്ടേഴ്സിനോടാണ് ക്വസ്റ്റ്യൻ. നിങ്ങളെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ്